നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജാതക പരിശോധന നടത്തി ഭാഗ്യദായകമായ യന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നു. ഭാഗ്യത്തിനും നേട്ടങ്ങൾക്കും സർവവശങ്ങൾക്കുമായി സുദർശന യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ധനവരവിനായി ധനലക്ഷ്മി യന്ത്രം, അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളുണ്ടായാൽ അത് മാറുന്നതിനായി സ്വയംവര യന്ത്രം, രാഹുകേതു തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് അല്ലെങ്കിൽ രാഹുകേതു ദോഷങ്ങൾ മാറുന്നതിനായിട്ട് രാഹുകേതു യന്ത്രം, നവഗ്രഹങ്ങൾ ശക്തി പ്രാപിക്കുന്നതിനായിട്ട് നവഗ്രഹ യന്ത്രം തുടങ്ങി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതും നിങ്ങളുടെ ഭാവിയും അതുപോലെ തന്നെ ജീവിതവും സംരക്ഷിക്കുന്നതിനായിട്ടുള്ളതുമായ യന്ത്രങ്ങൾ കൃത്യമായും തയ്യാർ ചെയ്ത് നൽകുകയും ചെയ്യുന്നു. യന്ത്രം ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര ഭഗവാനി. ഓം പാർവതി നമസ്കാരം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 യോഗങ്ങൾ പലതും മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നവ തന്നെയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വാസ്തവത്തിൽ 2026 ധാരാളം യോഗങ്ങൾ, അതും മാനവരാശിക്ക് വളരെ സന്തോഷം നൽകുന്ന, അതുപോലെ തന്നെ കുറച്ചു നാളുകളായി ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്ക് വളരെ ആശ്വാസദായകമായി സാമ്പത്തികമായിരിക്കും നിലവാരങ്ങളെ ഉയർത്തുന്നതിനായിട്ട്, ദുഃഖദുരിതങ്ങളെ ഇല്ലാതെയാക്കുന്നതിനായിട്ട്, ഭാഗ്യ ഉദയം ഉണ്ടാകുന്നതിനായിട്ടൊക്കെയുള്ള യോഗങ്ങൾ വന്നു ചേരുന്നത്. തീർച്ചയായും അത്തരമൊരു യോഗമാണ് ഇന്നും നമ്മൾ പറയാൻ പോകുന്നത്. ലക്ഷ്മി നാരായണ യോഗം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അതുണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യദായകമാണ്. അത്തരം അനുഗ്രഹത്തെ സ്ഥിതിദേവനായിരിക്കുന്ന മഹാവിഷ്ണുദേവൻ കൂടി അനുഗ്രഹപൂർണ്ണമാക്കിയാൽ പിന്നെ പറയാനുണ്ടോ? വളരെ സാമ്പത്തികമായിട്ട് സമൃദ്ധിപരമായിട്ട് ഭാഗ്യദായകമായിട്ടൊക്കെ അനുഗ്രഹ സായുജ്യം നൽകുന്നതാണ് ലക്ഷ്മി നാരായണ യോഗം. 2026 ജൂലൈ മാസത്തിൻ്റെ 2ാമത്തെ ആഴ്ചയോടുകൂടി പ്രത്യക്ഷമാകുന്നതാണ് ലക്ഷ്മി നാരായണ യോഗം. ഏറ്റവും വലിയ ധനയോഗങ്ങളിലൊന്നാണ് ലക്ഷ്മി നാരായണ യോഗം. സമ്പത്തിൻ്റെ കാരകനായിരിക്കുന്ന ശുക്രനും ബുദ്ധിയുടെയും വ്യാപാരത്തിൻ്റെയും കാരകനായിരിക്കുന്ന ഭാഗ്യത്തിൻ്റെയും കാരകനായിരിക്കുന്ന ബുധനും അനുകൂല ഭാവങ്ങളിൽ ഒന്നു ചേർന്നു വരുന്ന യോഗമാണ് ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്നത്. കേന്ദ്ര ത്രികോണ അധിപന്മാരുടെ ശക്തമായ ഗ്രഹസ്ഥിതിയിലൂടെയാണ് ലക്ഷ്മി നാരായണ യോഗം പൂർണ്ണമാകുന്നത്. ജൂലൈ മാസത്തിൽ വന്നു ചേരുന്ന ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിക്കാരെക്കുറിച്ചും ആ രാശിയിലെ നക്ഷത്രജാതരെക്കുറിച്ചുമാണ് പറയുന്നത്. ഇടവം രാശി നക്ഷത്രജാതർ കാർത്തിക, കാൽ, രോഹിണി, മകയിരം, പകുതി ഇടവം രാശി നക്ഷത്രജാതരെക്കുറിച്ചാണ് പറയുന്നത്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, പകുതി ചേരുന്ന നക്ഷത്രങ്ങളുടേതായിരിക്കുന്ന രാശി. ഇടവം രാശിയുടെ അധിപൻ ശുക്രനായതുകൊണ്ട് തന്നെ ലക്ഷ്മി നാരായണ യോഗത്തിൻ്റേതായിരിക്കുന്ന ഭാഗ്യം വളരെ നന്നായി അനുഭവിക്കുവാൻ വിധിയുള്ളവരാണ് ഇടവം രാശി നക്ഷത്രജാതർ. സാമ്പത്തിക പ്രതിസന്ധികൾ പൂർണ്ണമായും മാറും. കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകും.
ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വമ്പൻ ലാഭം വന്നു ചേരും. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരും. തീർച്ചയായിട്ടും ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവം നക്ഷത്ര ജാതർക്ക് പല വഴിയിലൂടെ ധനം വന്നു ചേരുന്ന വ്യവസ്ഥിതിയുണ്ടാകും. കടബാധ്യതകളൊക്കെ പൂർണ്ണമായും തീർക്കുവാൻ കഴിയും. ജീവിതത്തിൻ്റെ ശാന്തവും സമാധാനവുമായിരിക്കുന്ന ഒരു വശം അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാവുക തന്നെ ചെയ്യും. ഇടവം രാശി നക്ഷത്രജാതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കും കാരണമാകും. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. ബുധന്റെ രാശിയായ മിഥുനം രാശിയിൽ ശുഭഗ്രഹങ്ങളുടേതായിരിക്കുന്ന സ്വാധീനം വരുന്നതുവഴി ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെതായിരിക്കുന്ന വലിയ അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. തൊഴിൽ രംഗത്ത് ശമ്പള വർധനവോടുകൂടി പ്രമോഷന്റെ സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. മിഥുനം രാശി നക്ഷത്രജാതരായിരിക്കുന്ന യുവാക്കൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിച്ച തൊഴിൽ മേഖലയിൽ എത്തിപ്പെടാനുള്ള ഭാഗ്യം കാണുന്നു. വിദേശത്തേക്കൊക്കെ പോകുന്നതിനായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് അതിനുള്ള വഴി തുറന്നു കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സ്വത്തുമായി എന്തെങ്കിലും തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ തർക്കമൊക്കെ ഒഴിവായി പോകുന്നതിനായിട്ടുള്ള വ്യവസ്ഥിതിയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും മിഥുനം രാശി നക്ഷത്രജാതർക്ക് അനുകൂലമായിട്ട് പല വിധികളും വന്നു ചേരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മിഥുനം രാശി നക്ഷത്രജാതർക്ക് പുതിയ പല വരുമാന മാർഗങ്ങളും കണ്ടെത്താനുള്ള വഴികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. പുതുതായി വന്നു ചേരുന്ന വരുമാന മാർഗങ്ങൾ ലാഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മിഥുനം രാശിക്കാർക്ക് കഴിയും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് കീർത്തി നേടുന്നതിനും മത്സര പരീക്ഷകളിലൊക്കെ വലിയ വിജയം നേടുന്നതിനും ടെക്നിക്കൽ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വലിയ വിജയമുണ്ടാക്കുവാനും ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ വഴി വിദേശ രാജ്യത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഭാഗ്യവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. തീർച്ചയായും വിദ്യാഭ്യാസ രംഗം വളരെ ഭാഗ്യദായകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയും. തൊഴിൽ സാധ്യത നന്നായി നിറഞ്ഞു നിൽക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് ശരിക്കും കഠിനമായി അധ്വാനിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ബിസിനസ് മേഖല അല്ലെങ്കിൽ കച്ചവട മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് ഭാഗ്യദായകമായ ധാരാളം അനുഭവം വന്നു ചേരും. സമ്പത്തിൻ്റെതായ വഴി തുറക്കുന്ന കാലമാണിത്. അടുത്തത് കന്നി രാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി. കന്നിരാശിക്കാർക്ക് ജൂലൈ മാസത്തിലെ നക്ഷത്രനില എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ പൂർത്തീകരണത്തിന് ഭാഗ്യം സിദ്ധിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ കന്നിരാശി നക്ഷത്ര ജാതർക്ക് സാമ്പത്തികമായ ഉയർച്ച പൂർണ്ണമായും ഉണ്ടാകും. ലോട്ടറി പോലെയുള്ള ഭാഗ്യം, ലോൺ സാധ്യത, അതുപോലെ തന്നെ നറുക്കെടുപ്പിൽ വിജയം തുടങ്ങിയവ വന്നു ചേരുന്നതായ വ്യവസ്ഥിതി കന്നിരാശി നക്ഷത്ര ജാതർക്കുണ്ടാകും. സ്വർണം, വസ്ത്രങ്ങൾ, വാഹനം ഇവയൊക്കെ സ്വന്തമാകുന്നതിനായിട്ടുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. കരിയറിൽ വളരെ കാലമായി കാത്തിരുന്ന ഒരവസരം നിങ്ങളിലേക്ക് വന്നു ചേരും. ഒന്നുകിൽ തൊഴിലായി, അല്ലെങ്കിൽ വിദേശ രാജ്യത്തിലേക്കുള്ള യാത്രയായും, അല്ലെങ്കിൽ വിദേശത്ത് ചെന്ന് ജോലി സാധ്യതയ്ക്കായിട്ടുള്ള ആഗ്രഹം അതൊക്കെ തെളിഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ അപ്രതീക്ഷിതമായ വരുമാനം ഈ രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രശസ്തിയും കീർത്തിക്കും അനുപമമായ സമയമാണ്. തീർച്ചയായും വളരെ ഭാഗ്യ ഉദയമുണ്ടാകുന്ന സമയമാണിത്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ പൂർണ്ണത വന്നു നിറയും. ആഗ്രഹിക്കുന്നതെന്തും കയ്യിൽ വന്നു ചേരുന്ന സമയം കൂടിയിട്ടാണ് എന്ന് ചിന്തിക്കുക. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. ശുക്രന്റെ മറ്റൊരു രാശിയായ തുലാം രാശിക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി എത്തുന്ന സമയമാണ്
ലക്ഷ്മി നാരായണ യോഗത്തിൽ സംജാതമാകുന്നത്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ലാഭമായി മാറും. കലാ, സാംസ്കാരിക, ക്രിയേറ്റീവ് രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക സാമ്പത്തിക മേന്മയുണ്ടാകും. സമയകാലോചിതമായിട്ട് സമ്പത്ത് വന്നു ചേരുന്ന ഭാഗ്യ അനുഭവങ്ങൾ ഇവരിലേക്ക് വന്നു നിറയുക തന്നെ ചെയ്യും. ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം സിദ്ധിക്കുന്ന രാശിയാണിത്. സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ വീട്ടിൽ വന്നു ചേരുന്നതിനായിട്ടുള്ള ഭാഗ്യം കാണുന്നുണ്ട്. തുലാം രാശി നക്ഷത്ര ജാതരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി, യുവതീ യുവാക്കൾക്ക് തൊഴിൽ പുരോഗതി, തൊഴിൽ രംഗത്ത് നിൽക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യത, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം പൂർത്തീകരിക്കുക തുടങ്ങിയവയൊക്കെ സംജാതമാകുന്ന ലക്ഷ്മി നാരായണ യോഗം ഭാഗ്യദായകമായ ധാരാളം അനുഭവങ്ങൾ ഇവർക്ക് നൽകുമെന്നുള്ളതാണ്. ഈ 4 രാശിക്കാർക്ക് പുറമെ ധനുരാശിക്കാരെയും കർക്കിടകം രാശിക്കാരെയും ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കുന്ന വ്യവസ്ഥയിൽ വന്നു ചേരും. അവർക്ക് സാമ്പത്തികമായ സ്വാധീനവും കുടുംബ അന്തരീക്ഷത്തിലെ സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. മറ്റ് 4 രാശിക്കാരെ പോലെ അത്ര വലിയ വളർച്ചയൊന്നും വന്നില്ലെങ്കിലും സാമ്പത്തികമായി ബാധ്യതകളൊക്കെ പരിഹരിക്കപ്പെടുന്ന തരത്തിലേക്ക് ധനുരാശി, കർക്കിടകം രാശി നക്ഷത്ര ജാതർക്കും ഭാഗ്യം സിദ്ധിക്കും. അപ്പോൾ എല്ലാ നന്മകളും ഈശ്വരനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.